ഒരു ഗസ്റ്റ് ഹൗസ്. ഞാൻ ഈ ഗസ്റ്റ് ഹൗസിനെ പറ്റി കേൾക്കണത് ഇയാളുടെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്താണ്. അപ്പോൾ ഇയാൾ പറഞ്ഞത് കലൂർ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, രാജേഷ് എന്ന് പറഞ്ഞ ആളാണ് അതിന്റെ നടത്തിപ്പുകാരൻ, ഇയാളുടെ മാനേജറാണ്. അപ്പോൾ ഈ സിനിമ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് നടത്തുന്നത്, ഇയാളുടെ പാർട്ട്ണർഷിപ്പിലാണ് ആ ഗസ്റ്റ് ഹൗസ് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞോണേ. അപ്പോൾ പിന്നീട് ഞാൻ പിന്നെ ഇയാള് അവിടുന്ന് പോയിട്ട് വരുമ്പോൾ ഫുള്ളും കള്ളു കുടിച്ചിട്ട് ബോധമില്ലാണ്ടാണ് 2 മണിക്കും 3 മണിക്കും ഒക്കെ കയറി വരാറ്. അങ്ങനെയുള്ള സമയത്താണ് ഞാൻ ഈ ചന്ദന എന്ന് പറഞ്ഞിട്ടുള്ള ആളിനെ പറ്റിയിട്ട് കേൾക്കണത്. കള്ളുകുടിച്ച് ബോധമില്ലാത്ത സമയത്ത് നീ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ബോധമില്ലാണ്ട് കള്ളുകുടിച്ചിട്ട്. അപ്പോൾ പിന്നെ ഞാൻ കാലത്ത് ബോധം വന്ന സമയത്ത് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊരു വൃത്തിയിട്ട വേർഡ് പറഞ്ഞു, തമിഴില് ഒരു തെറി. ഇന്നെ പറ്റിച്ചിട്ട് പോയി, ഒരു അമേരിക്കക്കാരനെ കണ്ടപ്പോൾ ഇന്നെ ഇട്ടിട്ട് പോയി, എനിക്ക് പഠിപ്പില്ല എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോയി. അവള് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു, ഇന്റെ കാശ് തട്ടിക്കാൻ നോക്കി, ഞങ്ങള് പ്രേമിച്ചു, ഒളിച്ചോടി താമസിക്കാൻ നോക്കി, 2-3 ദിവസത്തിന്റെ ഉള്ളിൽ പിരിഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞത്. അമൃതയുടെ കേസ് വന്ന സമയത്ത് അമൃത ആ മാരേജ് സർട്ടിഫിക്കറ്റോ ഡിവോഴ്സ് സർട്ടിഫിക്കറ്റോ എന്തോ ഇട്ടപ്പോഴാണ് അമൃതയുടെ മുമ്പ് ഒരു ഭാര്യ ഇയാൾക്ക് വേറെ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവണത്. അപ്പോ അതും ഒരു പറ്റിക്കലല്ലേ? ഇന്റെ അറിഞ്ഞിട്ടുള്ള ഒരു ഡിവോഴ്സിനെ പറ്റിയിട്ട് ഇത്ര ഇത് പറയുമ്പോ ഇന്നെ പറ്റിച്ചിട്ട് നടന്നിട്ടില്ല, ലിവറിന്റെ പ്രശ്നം എന്നോട് പറഞ്ഞിട്ടില്ല, ഇത്ര റിലേഷൻ ഇയാൾക്ക് ഉണ്ട് എന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ഒരു ആദ്യത്തെ ഭാര്യ അമൃതയ്ക്ക് മുമ്പ് ഒരു ഭാര്യ ഉണ്ടായിരുന്നു എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ അന്ന് ആ കേസ് നടക്കുമ്പോൾ അതിന്റെ എന്തോ ഒരു വേർഷൻ ന്യൂസിൽ കണ്ടു. എന്നിട്ട് എന്തോ അത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് എന്താണെന്നുകൊണ്ട് പുള്ളി പറയണതും കേട്ടു. അതിനെ പറ്റിയിട്ട് ആരും അന്വേഷിക്കുന്നില്ല. പക്ഷെ അവരായിട്ട് കോണ്ടാക്ട് ഞാനുള്ള സമയത്തും ഉണ്ടായിരുന്നു. അത് USA പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ നമ്പർ സേവ് ചെയ്ത് വെച്ചാണ് അവരായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ആദ്യം എന്നോട് അത് USA എന്ന പ്രോഗ്രാമിന് വിളിക്കണ ആൾക്കാരാണ്, ഞാൻ USA സ്റ്റേജ് ഷോ നടത്തിയായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അത് ഈ പെണ്ണാന്ന് ഞാൻ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഗസ്റ്റ് ഹൗസിന്റെ കാര്യം. ഓൾറെഡി ഞാൻ പറഞ്ഞു അവിടെ പാർട്ട്ണർഷിപ്പ് ഉണ്ട്, ഇയാൾ കള്ളുപിടിച്ചിട്ട് വരുന്നൊക്കെ ഞാൻ പറഞ്ഞു അവിടുന്ന്. അപ്പോ ഓക്കെ, കള്ളു കുടിക്കുന്ന സ്ഥലം, അതിലെ പല ഡോക്ടർമാർ അവിടെ പോകുന്നുണ്ട്, സിനിമാ നടന്മാർ പോകുന്നുണ്ട്, പോലീസുകാർ പോകുന്നുണ്ട്, അങ്ങനെ വലിയ വലിയ കാശുകാർ പോകുന്ന സ്ഥലങ്ങളാണ് ആ ഗസ്റ്റ് ഹൗസ്. ആ ഗസ്റ്റ് ഹൗസിന്റെ സ്ഥലം കലൂരിൽ നിന്ന് മാറ്റിയിട്ട് വേറെ കലൂരിന്റെ തന്നെ വേറെ എറണാകുളം പാലാരിവട്ടം ആ ഒരു റേഞ്ചിൽ എവിടെയോ ആണ്. ഇപ്പോൾ വീണ്ടും അത് എന്തോ കേസ് വന്നിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ രാജേഷാണ് നടത്തിപ്പിക്കുന്നത്. അതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ പറയാം. അതിൽ ഇയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് രാജേഷ് കള്ളനാണ്, രാജേഷ് മൈനർ പെണ്ണുങ്ങളെ അവിടെ വിളിച്ചു വരുത്തിയിട്ട് സിനിമാ ആഗ്രഹം പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് പീഡിപ്പിക്കുന്ന രാജേഷിനെ പറ്റിയിട്ട് ഇയാൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാർട്ട്ണർഷിപ്പ് നടത്തുന്ന ഒരു സ്ഥലത്ത് അങ്ങനത്തെ ഒരു പരിപാടി നടക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇയാൾ അന്വേഷിക്കാൻ പോണതാന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോണത്. അവിടെ പോയിട്ട് വരുന്നത് കള്ളുപിടിച്ച് ബോധമില്ലാണ്ട് 2 മണിക്കും 3 മണിക്കും. ആദ്യം എനിക്ക് മനസ്സിലായില്ല. പക്ഷെ പിന്നെ ഇയാള് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന്, അതും മുമ്പൊരു സെർവന്റ് ലേഡി ആ പെണ്ണിനെ ബെഡ്റൂമിലേക്ക് കയറ്റിക്കൊണ്ടുപോയി, അതുകൊണ്ടാണ് സാറിനായിട്ട് ഞാൻ പിണങ്ങി പോയതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. ആ ജൂനിയർ ആർട്ടിസ്റ്റിനെ വീണ്ടും ഇവര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ലേഡീനെ ഞാൻ റെക്കഗ്നൈസ് ചെയ്തു. അപ്പോൾ ആ ലേഡിയോട് ഇയാൾ പറഞ്ഞതാണ് ഇവൾക്ക് വട്ടാണ്, ഇവള് പറഞ്ഞത് കേൾക്കണ്ട, വാ നമുക്ക് രാജേഷിന്റെ അവിടേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇന്നെ ഫ്രണ്ട് ഡോറ് പൂട്ടിയിട്ട് ഇയാള് ആ പെണ്ണായിട്ട് രാജേഷിന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് പോണു. ആ രാജേഷിന്റെ ഗസ്റ്റ് ഹൗസിൽ പോയിട്ട് അവിടെ രാജേഷിന്റെ ബെഡ്റൂമില് ഈ പെണ്ണിനെ കേട്ടുന്ന ആൾക്കാര് കണ്ട ആൾക്കാരുണ്ട്. ഓക്കെ, ആ പെണ്ണിന്റെ ഫോട്ടോ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പക്ഷെ അതൊന്നും ഞാൻ ഇതിൽ ഇടേണ്ട കാര്യമില്ല. അവരൊക്കെ കുറച്ച് കാശിന് വേണ്ടിയിട്ട് ഈ പരിപാടി ചെയ്യണ ആൾക്കാരാണ്. അങ്ങനത്തെ ആൾക്കാരിനെ ഒന്നും എനിക്ക് ഇതിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇനി ഇഫ് ഡിമാൻഡ്സ് ഞാൻ കൊണ്ടുവരാം. പിന്നെ ഇയാൾ പറഞ്ഞല്ലോ മൈനർ പെണ്ണുങ്ങളിനെയും അതുപോലെ തന്നെ മേജർ ആയിട്ടുള്ള പെണ്ണുങ്ങളിനെയൊക്കെ ഈ സിനിമ ആഗ്രഹം പറഞ്ഞ് കൊണ്ടുവരുന്നുണ്ട് അങ്ങോട്ടെന്ന്. അങ്ങനത്തെ പരിപാടിയൊക്കെ നടന്നിട്ട് ഇയാള് പറഞ്ഞത് ഇയാളെ ഈ രാജേഷിന് കുറ്റം പറയുന്നുണ്ട്. പിന്നെയാണ് വേറെ ആൾക്കാർ പറഞ്ഞു കേൾക്കണത് ഇയാളവിടെ നല്ല പെണ്ണുങ്ങൾ വരുമ്പോൾ
അവിടെ പോയിട്ട് നോക്കിയിട്ട് അവരെ സെലക്ട് ചെയ്യണതാണ്. അങ്ങനെ നല്ല പെണ്ണുങ്ങൾ വരുമ്പോഴാണ് അങ്ങോട്ട് പോണതെന്ന്. ഇതൊക്കെ ഞാൻ കേട്ട കേൾവിയുള്ളൂ, അതിനെ പറ്റിയിട്ട് കൂടുതൽ വിവരമില്ല. പക്ഷെ ഈ രാജേഷിനെ പറ്റിയിട്ട് എനിക്കറിയണ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് ഒരു ഹണിമൂൺ ട്രിപ്പ് പോണത് എന്ന് പറഞ്ഞാൽ മൂന്നാർ ട്രിപ്പാണ്. മൂന്നാർ ട്രിപ്പ് പോണ സമയത്ത് ഞങ്ങളുടെ വണ്ടിയിൽ ഞാന്, ഇങ്ങേര്, അതുപോലെ തന്നെ സുജിത്തേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇയാളുടെ കെയർ ടേക്കർ, അതുപോലെ തന്നെ പിന്നിലത്തെ വണ്ടിയിൽ ഈ രാജേഷും അയാളുടെ ഒരു ഡ്രൈവറും. രണ്ട് വണ്ടിയിലും എന്നിട്ടാണ് ഇതിനെന്താ പറയാ, കുറെ മദ്യക്കുപ്പികളാണ്. ഇയാൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ കള്ളു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളോട് എനിക്ക് പേടിയാവണോ എന്ന് പറയുന്നുണ്ട്, അതൊന്നും കേൾക്കണില്ല. അത് കഴിഞ്ഞ് എങ്ങനെയോ എനിക്ക് എപ്പോഴും മറ്റേ പൃഥ്വിരാജിന്റെ സിനിമയുണ്ടല്ലോ, അയ്യപ്പനും കോശിയും, ആ ഒരു സീനാണ് ഓർമ്മ വരുന്നത്. കാരണം ഇയാള് പല ആൾക്കാരനെ അടിക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. സെക്യൂരിറ്റീനെ അടിക്കണ കണ്ടിട്ടുണ്ട്, ഡ്രൈവറിനെ അടിക്കണ കണ്ടിട്ടുണ്ട്, ഇന്നടിക്കണ കണ്ടിട്ടുണ്ട്, അങ്ങനെ പല ആൾക്കാരനെ അടിക്കണ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് ഇങ്ങനത്തെ ഒരു ചോദ്യം, എന്തുകൊണ്ട് നിങ്ങൾ കള്ളു കുടിച്ചിട്ട് ഇവിടെയൊക്കെ വണ്ടി ഓടിക്കണമെന്ന് ചോദിച്ചാൽ ഇയാൾ അടിച്ചോ അടിക്കാണ്ടിരിക്കുമോ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പേടിച്ചിട്ടാണ് അങ്ങനെ മൂന്നാറിലെത്തിയിട്ട് അന്നത്തെ ദിവസം ഇൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. പിന്നത്തെ ദിവസം ഇയാള് അപ്പുറത്തെ റൂമില് ഫുള്ള് കള്ളുകൂടി പാർട്ടി. ഞാനിവിടെ ഒറ്റയ്ക്ക് ഹണിമൂണിനാന്ന് പേരും, അപ്പുറത്ത് കുറെ ആൾക്കാർ വന്നിട്ട് കള്ളുകൂടി പാർട്ടി നടത്തുന്നു. ഈ രാജേഷും ഇവരൊന്നും കൂടാണ്ട് വേറെയും കുറെ ആൾക്കാർ അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പുറത്തെ റൂമില്. ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 5 മണി വരെ എനിക്ക് ഭക്ഷണം വന്നില്ല, ഓർഡർ ചെയ്ത ഭക്ഷണം. അപ്പൊ ഞാൻ 5 മണി ഇയാളിനെ വിളിച്ചിട്ട് കിട്ടണില്ല. ഞാൻ അങ്ങോട്ട് ആ റൂമിൽ തെറ്റിക്കൊണ്ടു വെച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇയാളിനെ വിളിക്കണേ. ഇയാൾ ഫോൺ എടുക്കണില്ല. അപ്പൊ ഞാൻ റിസപ്ഷനിലോ ഇതിന്റെ നമ്പറിൽ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു, എല്ലാ ഫുഡും അവിടെ എത്തിച്ചിട്ടുണ്ടല്ലോ മാഡം എന്ന് പറഞ്ഞു. അപ്പൊ ശരി, ഓക്കെ, അവിടെയാണ് പോയോണേന്ന് മനസ്സിലായിട്ട് ഞാൻ അവിടെ റൂമിന്റെ വാതിലൊന്ന് കൊട്ടിയപ്പോൾ എനിക്കെന്തോ സീരിയസ്ലി ആ വാതിൽ തുറന്നപ്പോ ഭക്ഷണം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് തോന്നി. അപ്പൊ എന്താ ചേച്ചി എന്ന് പറഞ്ഞ ഒരാൾ വരുന്നു, കള്ളു പിടിച്ചിട്ട് ഒരു ബോധമില്ലാണ്ട്. അത് കഴിഞ്ഞിട്ട് ഇയാൾ വന്നിട്ട്, നിനക്ക് ഭക്ഷണം കിട്ടിയില്ലേ, അവൾക്ക് ആ ഭക്ഷണം കൊണ്ടുപോയിട്ട് വെച്ചെന്ന് പറഞ്ഞിട്ട് ഇയാൾ കഴിച്ചിട്ടും ഇവരൊക്കെ കഴിച്ചതിന്റെ ബാക്കി കുറെ സാധനങ്ങൾ ഇന്റെ റൂമിൽ കൊണ്ടുപോയിട്ട് വെച്ചിരുന്നു. എന്നിട്ട് അത് കഴിക്കാത്തതിന് നീ ഭക്ഷണം വേസ്റ്റ് ആക്കണം, നിനക്കൊന്നും ഭക്ഷണത്തിന്റെ വില അറിയില്ല, നീ നിന്റെ വീട്ടില് ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എന്നിട്ടാണ് ഈ ഭക്ഷണമൊക്കെ നീ വേസ്റ്റ് ആക്കൂ, എന്താ അവര് കഴിച്ചത് ബാക്കി നിനക്ക് കഴിച്ച എന്താ കുഴപ്പമെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നെ ഭയങ്കര മോശമായിട്ട് ചീത്ത വിളിക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ് ആയിരുന്നത്. പിന്നെ അതിനു മുമ്പ് കവിത എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അവരാണ് ഞങ്ങൾ ഫസ്റ്റ് കല്യാണം കഴിക്കാം, ഇവിടുന്ന് സേഫായിട്ട് ചെന്നൈയിൽ എത്തിക്കാന്ന് പറഞ്ഞിട്ട് ഇയാളുടെ സിസ്റ്റർ പോലെ കരുതുന്ന കവിത എന്ന് പറഞ്ഞ ആളാണ്. നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ കാണാൻ പറ്റും, ഞാന്, ഇങ്ങേര്, കവിത. അപ്പോ ഇവര് പല സമയത്തും ബെഡ്റൂം ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറയും എന്റെ പെങ്ങളാന്ന് പറയും. അതുപോലെ തന്നെ ഇവർ പല ഹോട്ടലുകൾ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ അമ്മ തന്നെ പറയും അവർ സിനിമാക്കാരല്ലേ, അപ്പോൾ സിനിമ ഡിസ്കഷന്റെ ഭാഗമായിട്ടാണ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ അമ്മയ്ക്ക് അടക്കം ഇത്ര പ്രശ്നമില്ലെങ്കിൽ ഓക്കെ, അപ്പൊ അതിന്റെ പ്രശ്നമായിരിക്കും. പക്ഷെ ഈ പെണ്ണ് പല സമയത്തും ഫോണിൽ വിളിച്ചിട്ട് ഇവളെന്നെ ഡിവേഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പല സമയത്തും ഇയാളുടെ ഫോണിന്ന് ലൗഡ് സ്പീക്കർ ഇത്തിരി കൂടുതലായ കാരണം കേൾക്കണതും ഉണ്ടാവാറുണ്ട്. അതിനെ സംബന്ധിച്ച് ഞങ്ങൾ തല്ലുണ്ടാവാറുണ്ട്. ഇവര് ഞങ്ങളുടെ ബന്ധത്തില് ഇടയ്ക്കിടയ്ക്ക് കയറി ഇടപെടാറുണ്ട്. അങ്ങനത്തെ സാധനങ്ങളുണ്ട്. പിന്നെ ഞാൻ ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ആ സമയത്തും ഈ പരിപാടി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരുടെ അമ്മയോട് പറഞ്ഞു ഇങ്ങനെ പിന്നെ ചെയ്തു എന്ന് പറഞ്ഞു. അവരുടെ അവിടെ നിന്ന് എനിക്ക് നീതി കിട്ടിയില്ല. പറഞ്ഞപ്പോൾ ദേഷ്യം വന്നിട്ട് അയാളുടെ അമ്മയുടെ ഫോൺ എടുത്തിട്ട് ഇന്റെ മേത്തേക്ക് എറിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഫോണ് ബാക്കിലുണ്ടായിരുന്ന ഗ്ലാസ് എറിഞ്ഞു പൊട്ടിച്ചു, അമ്മയുടെ ഫോണും എറിഞ്ഞു പൊട്ടിച്ചു. ആ ഗ്ലാസ് എങ്ങാനും എന്റെ മേത്ത് കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ചത്തായിരുന്നു, ആരും അറിഞ്ഞിരുന്നുമില്ല. എന്റെ പാരന്റ്സിനെ ഈ പോലീസുകാര്, ഞാൻ പറഞ്ഞല്ലോ 2 പോലീസുകാര് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന്,
ആ പോലീസുകാരും എന്റെ വീട്ടുകാരോട് പോലും എനിക്ക് പറയാൻ അപ്പൊ ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെ എന്റെ ഇതിലുണ്ടായി, അതുകൊണ്ടാണ് ഞാൻ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തതെന്ന് എനിക്ക് പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇവര് ഈ കവിത, ഇവരുടെ അമ്മ, ഇങ്ങേര് എല്ലാവരും വിളിച്ച്, അതുപോലെ തന്നെ ഈ പോലീസുകാര് കണ്ടിന്യൂസ് ഭീഷണി. മാത്രല്ല രഘു എന്ന് പറഞ്ഞ ഒരാളും ഉണ്ടായിരുന്നു. ആ രഘു എന്ന് പറഞ്ഞ ആള് ആക്ച്വലി അന്ന് ഇതിന്റെ ഒപ്പം ഇയാൾക്ക് എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അമ്മേനെ എന്റെ ബെഡ്റൂമിൽ കിടത്തിയിട്ട് വാതിലടയ്ക്കാണ്ട് പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഓൾറെഡി ഈ കവിത അവിടെ ഹാളിൽ ഇരിക്കുന്നുണ്ട്, ചെന്നൈയിൽ വെച്ചിട്ടാണ് നടക്കണത്. അമ്മ ഇപ്പുറത്ത് കിടക്കുന്നുണ്ട്. ഈ രഘു ഞാൻ ബാത്റൂം പോയ സമയത്ത് എന്റെ ബാത്റൂമിലേക്ക് വരുന്നു. ഞാനപ്പോ ബഹളം ഉണ്ടാക്കി, ഇയാളിന്റെ ബാത്റൂം കയറി എന്ന് പറഞ്ഞു. അപ്പൊ പറയണു ഇന്റെ രഘു അങ്ങനെയൊന്നും ചെയ്യില്ല, നിനക്ക് ഹാലൂസിനേഷൻ ആണ്. കവിതയും അപ്പൊ സപ്പോർട്ട് ചെയ്തിട്ട് ഇതാ ഇവള് വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ നോക്കണു, നിങ്ങളുടെ പേരിൽ കേസ് ഉണ്ടാക്കാൻ നോക്കണു, രഘുവിന് വെറുതെ കുറ്റം പറയണു എന്നൊക്കെ പറഞ്ഞിട്ട് അന്നും എന്റെ വീട്ടുകാരനെ വിളിച്ചിട്ട് വേഗം വീട്ടിലേക്ക് കൊണ്ടുപോകും. സ്വന്തം ഭാര്യയുടെ ബാത്റൂമിൽ വേറെ ആള് കയറി എന്ന് പറഞ്ഞിട്ട് ഭാര്യനെ സപ്പോർട്ട് ചെയ്യാണ്ട് ഞാൻ എന്തിനാണ് അവിടെയൊക്കെ പിന്നെയും പോയിട്ട് നിന്നിരുന്നതെന്ന് എനിക്ക് തല്ല് കിട്ടാത്തതിന്റെ കുറവാണ്. പക്ഷെ അത് ട്രോമ ബോണ്ടിങ്ങും അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത്. എനിക്ക് ഇടയിൽ ഭയങ്കര ഒരു വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു, ഇത്രയൊക്കെ ഇത് ചെയ്തിട്ടും എനിക്കിതിന്ന് വിട്ടിട്ട് പോരാൻ പറ്റുന്നില്ലല്ലോ എന്ന്. ഇപ്പൊ ഞാൻ അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കുന്നു. ഇനിയും ഇങ്ങനത്തെ കേസുകൾ പലരുടെയും ലൈഫിലുണ്ടാവും. അപ്പൊ ഞാൻ ജയിലിൽ പോയി കിടന്നാൽ എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് ഓൾമോസ്റ്റ് ഫുള്ളിനെ നശിപ്പിച്ച പോലെയാണ് തോന്നിയത്. ഈ കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുകയാണെങ്കിൽ, നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ ധൈര്യം കൈവിടാതെ പോരാടും. എനിക്കിനി ഇത് പറയാനൊന്നും ചിലപ്പോ ഈ ചാനലും ഇതൊന്നും ഉണ്ടായിന്ന് വരില്ല. പക്ഷെ എനിക്കൊന്നാ പറയാമല്ലോ, ഇതൊക്കെ കളയണമെന്ന് പറയുമ്പോൾ നിങ്ങള് പല ആൾക്കാർക്കും ഇനി നിങ്ങൾ നീതി തരില്ല എന്ന് ഇൻഡയറക്ട്ലി പറയണതാണ് ആ സംഭവം എന്ന് ഞാൻ പറയും. ഒരാള് വന്നിട്ട് ഇങ്ങനെ ഒരു അന്വേഷിക്കുക പോലും ചെയ്യാണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങള് ആൾക്കാർക്ക് നീതി നിഷേധിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മാധ്യമധർമ്മം എന്ന് 100 പ്രാവശ്യം പറയണ ആൾക്കാര്, പല കേസുകൾ സ്വന്തമായിട്ട് അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ ആൾക്കാര്, ഇത്ര എപ്പിസോഡ് കണക്കായിട്ട് ഞാൻ എന്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ പറയണു. അതും അറിയപ്പെടുന്ന ആളിനെ പറ്റി തന്നെയാണ് പറഞ്ഞത്. മുമ്പും അയാളുടെ പേരിൽ പല കേസുകളും വന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ചിരിച്ചിട്ട് പറഞ്ഞു 2 പെണ്ണുങ്ങൾ, ഞാൻ ഏതാ ചാനലെന്ന് പറയുന്നില്ല, അവര് കേസ് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ചർച്ചയാക്കാത്തത്. അത്ര അടിപൊളി, ഇങ്ങനെ തന്നെ വേണം, ഇങ്ങനെ തന്നെ പറയണം. ഇതാണ് മാധ്യമധർമ്മം എന്ന് മനസ്സിലാക്കി തന്നതിന് താങ്ക് യു. എനിക്ക് പുള്ളിയുടെ ഒപ്പം ജീവിച്ചപ്പോഴേക്ക് മനസ്സിലായി, സത്യം, ന്യായം, നീതി എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പവർ, ഇൻഫ്ലുവൻസ്, മണി ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുള്ളൂന്ന്. ഇപ്പൊ മാധ്യമധർമ്മത്തിൽ ഇത്തിരി പ്രതീക്ഷയുണ്ടായിരുന്നു. അതുപോലെ തന്നെ പല യൂട്യൂബർമാരും അവർക്ക് ത്രെറ്റനിങ് ഉണ്ടായിട്ട് പോലും എന്നെ സപ്പോർട്ട് ചെയ്യണ കണ്ടിട്ടും പല ആൾക്കാരുടെയും ജീവിതമാർഗമാണ് അതിലെ യൂട്യൂബ് ചാനല്. അത് അടക്കം എനിക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറായിട്ട് ചില ആൾക്കാർ വീഡിയോ ഇട്ടിട്ട് ചെയ്യുമ്പോൾ അവർക്കുള്ള മിനിമം ഒരു മനുഷ്യപ്പറ്റ് അല്ലെങ്കിൽ ധർമ്മം പോലും നിങ്ങൾക്കില്ലാന്ന് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് നാണല്ലേ? ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. താങ്ക് യു വെരി മച്ച്. എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഒരാൾ മാത്രമേ ഇതിന് കാരണമുള്ളൂ. അതുപോലെ തന്നെ എന്തെങ്കിലും കേസ് അന്വേഷിക്കാൻ വരുമ്പോ, കേസ് ഉണ്ടല്ലോ, കേസ് വരുമ്പോഴല്ല, കേസ് വിളിപ്പിക്കുമ്പോ വാതിൽ ചവിട്ടിപ്പൊളിക്കേണ്ട കാര്യമില്ല, ഞാൻ അബ്സ്കോണ്ടിങ് ആവേണ്ട കാര്യമില്ല. നിങ്ങൾ വിളിച്ചാൽ എന്റെ നമ്പർ പഴയ നമ്പർ തന്നെയാണ്, അയാളുടെ നമ്പർ തന്നെയാണ് എൻ്റെ ഉള്ളത്. അതുകൊണ്ട് ആ നമ്പറിൽ വിളിച്ചാൽ ഞാൻ പ്രസന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇയാള് പല എന്റെ മമ്മിയുടെ നമ്പർ, ഡാഡിയുടെ നമ്പർ, എല്ലാവരും നമ്പറും നിങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഫോണൊന്ന് വിളിച്ചാൽ ഞങ്ങൾ ഫോൺ എടുക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക, അല്ലെങ്കിൽ ഇമെയിൽ അയക്കുക, അല്ലെങ്കിൽ എന്താ വെച്ചാ. ഇപ്പൊ ഗുജറാത്തിലാണുള്ളത്,
അതുകൊണ്ട് എന്റെ വീട് ചവിട്ടിപ്പൊളിച്ചിട്ട് നിങ്ങൾക്കൊന്നും കിട്ടാനില്ല. ഓക്കെ, ഞാനായിട്ട് തന്നെ വരും. ഓക്കെ, നിങ്ങൾക്ക് ഗുജറാത്തിലൊക്കെ വന്ന് സീനാക്കി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ജയിലിലുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, കമോൺ, ഐ ആം റെഡി.